ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ശനിയാഴ്ച പ്രിലിംസ് ഉള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ട് യൂസ് ആവും. സോ നന്നായി തന്നെ പെർഫോം ചെയ്യുക, നന്നായി തന്നെ റിലേറ്റഡ് ഫാക്റ്റുകൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്ത് കട്ടയ്ക്ക് അങ്ങ് കൂടെ നിൽക്കുക. മനസ്സിലായോ? യെസ്, ഓക്കെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. മാസ്, പിണ്ഡം, പിണ്ഡത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. മാസ് അല്ലെങ്കിൽ പിണ്ഡത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. കമന്റ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്കറിയാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു സെക്കൻഡ് ചേട്ടാ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പെൻ ഡിസ്കണക്ട് ആയിപ്പോയി. ഓക്കെ, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒന്നാമത്തെ ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയല്ല, തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാസാണ്, പിണ്ഡമാണ്, അത് ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവന ആയതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ പ്രസ്താവന വെച്ചിട്ട് എയും സിയും ക്യാൻസൽ ചെയ്യുന്നു. ഇനി നമുക്ക് കോമൺ ബാലൻസ് ആണോ സ്പ്രിങ് ബാലൻസ് ആണോ ഇതിന് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ 2, 3 തെറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ കോമൺ ബാലൻസ് അല്ലെങ്കിൽ സ്പ്രിങ് ബാലൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടും തെറ്റായി വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും ക്യാൻസൽ ചെയ്യാം. 2, 3 തെറ്റെന്ന് പറയുന്നുണ്ട്. അതായത് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. തെറ്റായ പ്രസ്താവനകൾ, അതായത് മാസ് അല്ലെങ്കിൽ പിണ്ഡം അളക്കാൻ ഉപയോഗിക്കുന്നത് കോമൺ ബാലൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. മാസ് അല്ലെങ്കിൽ പിണ്ഡം അളക്കാൻ ഉപയോഗിക്കുന്നത് കോമൺ ബാലൻസ് തന്നെയാണ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് എന്തളക്കാനാ കുട്ടികളെ? സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് എന്തളക്കാനാണ്? പറഞ്ഞേ. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് ഭാരം അല്ലെങ്കിൽ വെയിറ്റ് അളക്കാനാണ്. കോമൺ ബാലൻസ് ഉപയോഗിക്കുന്നത് മാസ് അല്ലെങ്കിൽ പിണ്ഡം അളക്കാനും, സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് ഭാരം അല്ലെങ്കിൽ വെയിറ്റ് അളക്കാനുമാണ്. ഇനി യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പറയുന്നുണ്ട്. ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ് കുട്ടികളെ? ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത്തിന്റെ ന്യൂട്ടൺ, അതുപോലെ കിലോഗ്രാം, വെയിറ്റ്, ഇതൊക്കെ എന്താണ്? ഭാരത്തിന്റെ യൂണിറ്റുകളാണ് അല്ലെ. ഭാരത്തിന്റെ യൂണിറ്റാണ് ന്യൂട്ടൺ, കിലോഗ്രാം, വെയിറ്റ് ഒക്കെ. മാസിന്റെ യൂണിറ്റ് നമ്മളെ ക്ലാസ്സുകളിൽ നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. മാസിന്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ് കുട്ടികളെ? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് അല്ലെ. മാസിന്റെ യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം ആണ്. ഓക്കെ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായോ? ആ ഒരു ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ മറക്കരുത്, കോമൺ ബാലൻസ് ഉപയോഗിക്കുന്നത് മാസ് അല്ലെങ്കിൽ പിണ്ഡം അളക്കാനും, സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് ഭാരം അല്ലെങ്കിൽ വെയിറ്റ് അളക്കാനുമാണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. ഇനി അടുത്ത് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന മെയിൻ എക്സാം എന്ന് പറയാൻ പോകുന്നത്. സെപ്റ്റംബർ 19 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പരീക്ഷകൾ നല്ല ടൈറ്റ് ആവുന്നുണ്ട്. അപ്പം നല്ല നിലവാരത്തിൽ നിങ്ങൾക്ക് പഠിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂലൈ 22 മുതൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ബൂസ്റ്റർ ബാച്ചാണ്. എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ ആൾക്കാർക്ക് ജോയിൻ ചെയ്ത യൂസ് അല്ലേ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ സമയമുണ്ട്, പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആവും. കുറച്ചൊന്ന് പഠിച്ച് ഒന്ന് റിവിഷനൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടെ യൂസ് ആവുന്നത്. ഇപ്പം റീസെൻ്റ് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കും സഹായകമാകും. ക്ലാസ്സൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. കൂടുതൽ ക്ലാസ് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സബ്ജക്റ്റുകൾ, അതായത് ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ മാത്രമേ വേറെ ആൾക്കാർ എടുക്കുന്നുള്ളൂ. ടോട്ടൽ ഫീസ് വരുന്നത് 799 രൂപയാണ്. ഞാൻ ഫസ്റ്റ് കമന്റിൽ കോഴ്സിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, നിങ്ങൾ അവിടെ കയറിയാൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? എല്ലാ എക്സാം കഴിഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷൻ കഴിയുന്നവരെ നിങ്ങൾക്ക് ആ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവും കേട്ടോ. സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില എന്താണ് എന്നാണ് ചോദ്യം. സാധാരണ അവസ്ഥയിലെ മനുഷ്യന്റെ ശരീര താപനില എന്താണെന്നാണ് ചോദ്യം. പോരട്ടെ,
പോരട്ടെ. സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില എന്താ കുട്ടികളെ? ഞാൻ നിങ്ങളെ എപ്പോഴൊക്കെ ശരീര താപനില പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് 3 യൂണിറ്റിലും പഠിക്കണം. ശരീര താപനില 3 യൂണിറ്റിലും പഠിക്കണം എന്നുള്ള കാര്യം. 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ്, 98.6 ഫാരൻഹീറ്റ് ഡിഗ്രി ഫാരൻഹീറ്റ്, അതുപോലെ 310.5 കെൽവിൻ. ഈ മൂന്ന് അളവിലും നിങ്ങൾ ശരീര താപനില പഠിച്ചോണം. ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 37, ഫാരൻഹീറ്റ് ആണെങ്കിൽ 98.6, കെൽവിൻ ആണെങ്കിൽ 310.5. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് വരും. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എല്ലാവർക്കും അറിയാം അല്ലേ? ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എല്ലാവർക്കും അറിയാം. എന്താണ് ആ ഉപകരണം? ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണല്ലേ. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത്. തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന താപനിലയുടെ യൂണിറ്റ് ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന താപനിലയുടെ യൂണിറ്റ് ഏതാ കുട്ടികളെ? ഫാരൻഹീറ്റ്. ഓക്കെ. ലബോറട്ടറി തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്നത് കെൽവിൻ ആണ്. ലബോറട്ടറി തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്ന തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്നത് ഏതാ കുട്ടികളെ? അന്തരീക്ഷ താപനില അളക്കുന്ന തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? നമ്മുടെ മുമ്പ് ദൂരദർശനിലൊക്കെ നമുക്ക് കൂടിയ താപനില, കുറഞ്ഞ താപനിലയൊക്കെ പറയും. അത് നമ്മുടെ അന്തരീക്ഷ താപനില അളക്കുന്ന തെർമോമീറ്റർ ഉപയോഗിച്ച് അളന്നാണ് പറയുന്നത്. അത് ഏതളവിലാ പറയുന്നത്? ആ പഴയ കാലത്തേക്ക് നിങ്ങളുടെ മൈൻഡ് ഒന്ന് കൊണ്ടുപോയിട്ട് കൂടിയ താപനില ഫാരൻഹീറ്റിലാണോ അതോ ഡിഗ്രി സെൽഷ്യസിലാണോ അതോ കെൽവിനിലാണോ പറയുന്നത്? നമ്മുടെ അന്തരീക്ഷ താപനില അന്തരീക്ഷ താപനില അളക്കുന്ന തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത്, ശരീര താപനില അളക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് ഫാരൻഹീറ്റ് ആണ്. ലബോറട്ടറി തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്നത് കെൽവിൻ ആണ്. ഓക്കെ അല്ലേ? ശരീര താപനില കൂടുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താണ്? ശരീര താപനില ക്രമാതീതമായി കൂടുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താ കുട്ടികളെ? ശരീര താപനില ക്രമാതീതമായി കൂടുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താ? ഇപ്പൊ പനിയും പൊക്കി പിടിച്ചോണ്ട് വരും. യെസ്, എനിക്കറിയാം, ഞാൻ ഗസ് ചെയ്തു. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ശരീര താപനില കൂടുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പനി എന്ന് പറയുന്നത്. പക്ഷെ ആ പനിക്കും ഒരു നല്ല ഫ്രീക്ക് പേരുണ്ട്, നല്ലൊരു കിടിലം പേരുണ്ട്. പനിയുടെ ആ കിടിലം പേരാണ് ഹൈപ്പർ തെർമിയ. എന്താ കുട്ടികളെ? ഹൈപ്പർ തെർമിയ. ശരീര താപനില കൂടുന്ന അവസ്ഥയെ പറയുന്ന പേര് ഹൈപ്പർ തെർമിയ. ശരീര താപനില കുറയുന്ന അവസ്ഥയെ പറയുന്ന പേര് ഹൈപ്പോതെർമിയ. കൂടുന്നതിനെ ഹൈപ്പർ തെർമിയ എന്നും കുറയുന്നതിനെ ഹൈപ്പോതെർമിയ എന്നും പറയും. കൂടുന്നത് ഹൈപ്പർ തെർമിയ, കുറയുന്നത് ഹൈപ്പോതെർമിയ. കുറയുന്നത് ഹൈപ്പോതെർമിയ. ഒരു സിമ്പിൾ സാധനം കൂടെ ഇട്ടുതരികയാണ്, മറുപടി പറയുക. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പറയുന്ന പേരെന്താണ്? ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പറയുന്ന പേരെന്താണ്? പറ. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പറയുന്ന പേരെന്താ? എടുത്തിട്, മറുപടി വരട്ടെ.
ആന്റിപൈററ്റിക്സ് എന്ന് പറയും അല്ലേ, ആന്റിപൈററ്റിക്സ് എന്ന് പറയും. ആന്റിപൈററ്റിക്സ് എന്താണ്? ആന്റിപൈററ്റിക്സ് എന്ന് പറയും. ആന്റിപൈററ്റിക്സ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ആന്റിപൈററ്റിക്സ് എന്ന് പറയുന്നു. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ആന്റിപൈററ്റിക്സ് എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പാരാസെറ്റാമോൾ. പാരാസെറ്റാമോൾ 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 ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ആന്റിപൈററ്റിക്സ് എന്ന് പറയുന്നത്. ആന്റിപൈററ്റിക്സിന് ഉദാഹരണമാണ് ഏത് പിള്ളേരെ? പാരാസെറ്റാമോൾ 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 പാരാസെറ്റാമോൾ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും സെറ്റാണേ? കിടിലമായിട്ട് മനസ്സിലായേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവർക്കും ശരീര താപനിലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ ബെഡിൽ നിന്ന് ഇനി ഹൈപ്പർ തെർമിയ, ഇനി അങ്ങനെ പറയാവുന്നു. എനിക്ക് പനി പിടിച്ചതെന്നും പറയരുത്. ആരെയും ചോദിച്ചാൽ എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം എനിക്ക് ഹൈപ്പർ തെർമിയാണ് എന്ന് പറയണം കേട്ടാ. അപ്പൊ അവര് ഉടനെ നിങ്ങൾക്ക് ഒരു ആദരാഞ്ജലി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ ഇടും. മനുഷ്യന് മനസ്സിലാവണ്ടേ? ഓക്കെ, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹൈപ്പർ തെർമിയ പിടിച്ച് 3 ദിവസമായിട്ട് ബെഡിലാണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ്. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ്? നീ ഇന്നലെ തലവേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഉപേക്ഷിച്ച് പോയിട്ട് തിരിച്ചു വന്നാ നീ വീണ്ടും? കൃഷ്ണേന്ദു, എനിക്ക് തലവേദന, ഞാൻ പോണെന്ന് ക്ലാസ്സിന്റെ ഇടയ്ക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത്. ലീച്ചിങ്, അയിരിന്റെ സാന്ദ്രണം, നമ്മൾ അതിന്റെ സാന്ദ്രണം ഡിസ്കസ് ചെയ്തതാണ്. ലീച്ചിങ്, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം. ഓക്കെ, ലീച്ചിങ്, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? ശരി. ഇനി ഉത്പതനം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഉത്പതനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്പതനം എന്താണ്? ഉത്പതനം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയും. ഉത്പതനം എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ. അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നിങ്ങൾക്ക് വീണ്ടും ചോദിക്കും. ഇനി 3 പ്രിലിംസിൽ വീണ്ടും ഉത്പതനം കയറി വരും. അതായത് കരവസ്തു നേരിട്ട് വാതകമായി ദ്രാവകമാകാതെ, അതായത് നമ്മുടെ ഈ ദ്രാവക അവസ്ഥയിലേക്ക് എത്താതെ നേരിട്ട് വാതകമാകുന്ന കണ്ടീഷനെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെയാണ് നമ്മൾ ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഉത്പതന സ്വഭാവം കാണിക്കുന്നത് നമുക്കറിയാം. കർപ്പൂരത്തിന് ഉത്പതന സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാറ്റാ ഗുളിക അല്ലെങ്കിൽ നാഫ്തലിൻ, ഈ പറയുന്ന ഉത്പതന സ്വഭാവം കാണിക്കുന്നുണ്ട്. അയഡിൻ ഉത്പതന സ്വഭാവം കാണിക്കുന്നുണ്ട്. SCR കൃത്യമായി പറയുന്നുണ്ട് അയഡിൻ ഉത്പതന സ്വഭാവം കാണിക്കുന്നുണ്ട്. ഡ്രൈ ഐസ് ഉത്പതന സ്വഭാവം കാണിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ കുട്ടികളെ? അതായത് ഈ അയിരിന്റെ സാന്ദ്രണം, പിള്ളേരെ, അയിരിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ നമ്മൾ ഏത് മാർഗമാണ് ഈ പറയുന്ന അയിരിന്റെ സാന്ദ്രണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏത് മാർഗമാണ് കുട്ടികളെ? അതായത് അവസാദങ്ങളെ അപേക്ഷിച്ച് അയിരിന് സാന്ദ്രത കൂടുതലാണ്. പഠിച്ചതാണ്. അയിരിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകൽ. ജലപ്രവാഹത്തിൽ കഴുകൽ. ഓക്കെ. ഇനി അയിരിന് സാന്ദ്രത കുറവാണെങ്കിൽ പ്ലവന പ്രക്രിയ.
അയിരിന് സാന്ദ്രത കുറവാണെങ്കിൽ പ്ലവന പ്രക്രിയ. ഓക്കെ, അപ്പൊ അയിരിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ അയിര് താഴെ കിടക്കും, അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളതിനെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കാൻ പറ്റും. അപ്പൊ അയിരിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, അയിരിന് സാന്ദ്രത കുറവാണെങ്കിൽ പ്ലവന പ്രക്രിയ. ഓക്കെ അല്ലേ? ഇനി അയിരിനോ ഈ പറയുന്ന അവസാദങ്ങൾക്കോ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാന്തിക വിഭജനം നടത്തും അല്ലെ? അയിരിനോ അവസാദങ്ങൾക്കോ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ കാന്തിക വിഭജനം നടത്തും. പിന്നെ നിങ്ങൾക്ക് സ്ഥിരം ചോദ്യമാണ് ബോക്സൈറ്റിന്റെ, അതായത് അലുമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതിയാണ് ഏത്? ലീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അയിരിന്റെ, അതായത് നമ്മൾ അലുമിനിയത്തിന്റെ പ്രധാന അയിരായിട്ടുള്ള ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതിയാണ് ഏത് പറയുന്ന കുട്ടികളെ? ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ശരി, എല്ലാ പോയിന്റും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി ഡിസ്കസ് ചെയ്തതൊക്കെ തന്നെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, അത് ഓരോ അയിരിൻ്റെയും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓരോ അയിരിനും ഏതാണ് വരുന്നതെന്നുള്ളത്. അത് മുന്നോട്ട് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏത്? ഈസി ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. കത്തുന്ന വാതകം ഹൈഡ്രജൻ, കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ, നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ, തീ അണയ്ക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊക്കെ നമ്മൾ എത്രയോ തവണ പഠിച്ചില്ലേ? കത്തുന്നത് ഹൈഡ്രജൻ, കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ, നിയന്ത്രിക്കുന്നത് നൈട്രജൻ, തീ അണയ്ക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയാം. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത് ആരാ? തോമസ് ബ്ലാക്ക് ആണ്. ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത് അല്ലേ? ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത്. നൈട്രജൻ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ശരിയോ തെറ്റോ? ജോസഫ് ബ്ലാക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക് അല്ലേ? ജോസഫ് ബ്ലാക്ക്. ഓക്കെ, നൈട്രജൻ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ശരിയോ തെറ്റോ? ഡാനിയൽ റൂദർഫോർഡ് ആണ്. മാറിപ്പോവരുത്. നൈട്രജൻ കണ്ടെത്തിയത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഡാനിയൽ റൂദർഫോർഡ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. അടുത്ത ചോദ്യം, പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, പ്രകൃതിദത്ത പോളിമർ ആയിട്ടുള്ള റബ്ബറിന്റെ മോണോമർ. പ്രകൃതിദത്ത പോളിമറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രകൃതിദത്ത പോളിമറുകളാണ് റബ്ബർ, അതുപോലെ സെല്ലുലോസ്, സ്റ്റാർച്ച്. ഇതൊക്കെ പ്രകൃതിദത്ത പോളിമറുകളാണ്. മോണോമർ എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക് യൂണിറ്റ്, ഏറ്റവും അടിസ്ഥാന ഘടകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോമർ എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിദത്ത പോളിമർ ആയിട്ടുള്ള റബ്ബറിന്റെ മോണോമർ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഐസോപ്രീൻ. ഏതാ കുട്ടികളെ? ഐസോപ്രീൻ. പ്രകൃതിദത്ത പോളിമർ ആയിട്ടുള്ള റബ്ബറിന്റെ മോണോമർ ചോദിക്കുകയാണെങ്കിൽ ഐസോപ്രീൻ. ഏതാണ്? ഐസോപ്രീൻ. ആദ്യത്തെ കൃത്രിമ റബ്ബർ ചോദിക്കുകയാണെങ്കിൽ നിയോപ്രിൻ. ഏതാ കുട്ടികളെ? നിയോപ്രിൻ. ഓക്കെ, പ്രകൃതിദത്ത പോളിമർ ആയിട്ടുള്ള റബ്ബറിന്റെ മോണോമർ ചോദിക്കുകയാണെങ്കിൽ ഐസോപ്രിൻ. ഓക്കെ, ആദ്യ കൃത്രിമ റബ്ബർ ചോദിക്കുകയാണെങ്കിൽ നിയോപ്രിൻ. ആദ്യത്തെ പ്ലാസ്റ്റിക് ചോദിക്കുകയാണെങ്കിൽ ബേക്കലൈറ്റ്. ആദ്യ സിന്തറ്റിക് പ്ലാസ്റ്റിക് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതാ കുട്ടികളെ? അത് ബേക്കലൈറ്റ് ആണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട പ്ലാസ്റ്റിക് ചോദിക്കുകയാണെങ്കിൽ അത് ബേക്കലൈറ്റ് ആണ്. അപ്പം റബ്ബറിന്റെ മോണോമർ ഐസോപ്രിൻ.
ആദ്യ കൃത്രിമ റബ്ബർ നിയോപ്രിൻ. ആദ്യമായി നിർമ്മിച്ച പ്ലാസ്റ്റിക് ചോദിക്കുകയാണെങ്കിൽ ബേക്കലൈറ്റ്. സെറ്റ് അല്ലേ? അല്ലേടേ? സെറ്റാണാ? പറ, സെറ്റാണാ? യെസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ബ്രില്യന്റ് കുട്ടികളാണ്. പോരട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പോരട്ടെ. ചെയ്തോട്ടാ. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിൽ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം കാണാൻ ഒക്കൂലി അത് നോക്കാത്തത് ഒന്ന് കാണാൻ പറ്റല്ലേ? ഒന്ന് ലെഫ്റ്റ് റീജോയിൻ ചെയ്താൽ മതി. ഒന്നുകൂടെ പറയാം. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം പിള്ളേരെ. അതിന്റെ പേരാണ് പാർഷിക വിപര്യം. എന്താണ് പാർഷിക വിപര്യം? നമ്മള് എന്ത് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് നമ്മളെയാണോ കാണുന്നേ? യഥാർത്ഥ രൂപമാണോ നമ്മൾ കാണുന്നത്? അല്ല. നമ്മൾ കാണുന്നത് നമ്മുടെ ഇടതുഭാഗം അതില് വലതുഭാഗമായിട്ടും നമ്മുടെ വലതുഭാഗം അതിൽ ഇടതുഭാഗമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന കുട്ടികളെ? ഓക്കെ, പാർഷിക വിപര്യം എന്ന് പറയുന്നത്. ഓക്കെ, ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയും കേട്ടോ. ഇംഗ്ലീഷില് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ കണ്ട് നമ്മുടെ രൂപം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ ഇതാരടാ, ഞാൻ ഇങ്ങനെയാണടാ, ഞാൻ ഇങ്ങനെ അല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആ ഫോട്ടോ നമ്മൾ മിറർ ഇമേജ് ആക്കി മാറ്റും. ഓക്കെ, കാരണം നമ്മളെ രൂപം നമ്മളിങ്ങനെ കണ്ട് നമുക്കറിയാം എൻ്റെ രൂപം ഇങ്ങനെയാണെന്നൊക്കെ നമ്മളിങ്ങനെ കണ്ട് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ യഥാർത്ഥ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ഇതാര്, ഇങ്ങനെയാണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ മിറർ ഇമേജ് അടിക്കും. അതാണ്ട ഞാൻ സുന്ദരനായ ഞാൻ വന്നു, ഓക്കെ എന്ന് നമുക്ക് തോന്നുന്നത്. പിള്ളേരെ, അപ്പൊ അത് ഓർത്തിരിക്കുക. പാർഷിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ. പിള്ളേരെ, അടുത്ത സമജ്ഞനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ. പഠിക്കാനുള്ള സാധനം തന്നെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമജ്ഞനക്ഷമത. പറ, എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമജ്ഞനക്ഷമത? നിന്നോടൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പറഞ്ഞോ? എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമജ്ഞനക്ഷമത? നമ്മുടെ ഈ വസ്തുക്കളുടെ ദൂരം മാറുന്നതിനനുസരിച്ച് ആ വസ്തുവിൽ തന്നെ ഫോക്കസ് നിലനിർത്താൻ കണ്ണിനൊരു പവറുണ്ട്. ആ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ണിന്റെ സമജ്ഞനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ക്ലാസ്സിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ പോകുന്നു. അപ്പം അയാളുടെ ആ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? സമജ്ഞനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ വായി നോക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ആ ആളെ തന്നെ മാത്രം ഫോക്കസ് ചെയ്യും. ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല. നമ്മുടെ നിവിൻ പോളി പറയണക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ നമുക്ക് അതിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അയാൾ എങ്ങോട്ട് പോയാലും അതനുസരിച്ച് നമ്മുടെ ഫോക്കസ് ഇങ്ങനെ പോകും. മനസ്സിലായ? ആ ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമജ്ഞനക്ഷമത എന്ന് പറയുന്നത്. 1/60 ഞാൻ ഇപ്പം വാങ്ങും. ഷിജു. ഓക്കെ, അപ്പൊ അതിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായ?
പയ്യന്മാർക്കൊക്കെ അറിയാം, പയ്യന്മാർക്ക് മാത്രമല്ല പെൺപിള്ളേർക്കും എല്ലാവർക്കും അറിയാം കേട്ടോ. ശരി, അത് ഓർത്ത് വെച്ചോണം. ഇനി നമുക്ക് 2 കണ്ണുണ്ട്. നമ്മൾ ഈ 2 കണ്ണുകൊണ്ട് കണ്ടിട്ടും നമ്മൾ ഒരു വസ്തുവിനെ ഒന്നായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ 2 കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെ ക്രോഡീകരിച്ച് ഒന്നായി നമുക്ക് മനസ്സിലാക്കി തരാനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് നേത്ര ദർശനം എന്ന് പറയും. എന്താ പിള്ളേരെ? നേത്ര ദർശനം എന്ന് പറയും. നേത്ര ദർശനം. നമ്മൾ 2 കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ അതിനെ ഒന്നായിട്ട് നമ്മൾ ക്രോഡീകരിച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന കണ്ണിന്റെ കഴിവിനെയാണ് നേത്ര ദർശനം എന്ന് പറയുന്നത്. എന്താ കുട്ടികളെ? നേത്ര ദർശനം എന്ന് പറയുന്നത്. നേത്ര ദർശനം എന്ന് പറയും. നമ്മൾ കാണുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബം 16 സെക്കൻഡിലേക്ക് 16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തന്നെ നിലനിൽക്കുന്നു. അതിനെ പറയുന്ന പേരാണ് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത. നമ്മൾ കാണുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ 16 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു. അതിനെ പറയുന്നതാണ് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത, അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണ്. പണ്ടത്തെ തിയേറ്ററിലൊക്കെ പോയി നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ ഫിലിം കറക്കിയാണ് കാണുന്നത്. അങ്ങനെ ഫിലിം കറക്കുന്ന സമയത്ത് നമുക്ക് ആ ഫിലിമിലെ നിശ്ചല ദൃശ്യങ്ങൾ ചലിക്കുന്നതായി തോന്നാൻ കാരണം കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയാണ്. ടൂറ് പോകുമ്പോൾ ദൂരെ നിന്ന് വെള്ളച്ചാട്ടത്തെ നോക്കുമ്പോൾ ആ വെള്ളച്ചാട്ടം നിശ്ചലമായി നിൽക്കുന്നതായി തോന്നാൻ കാരണം കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയാണ്. ഓക്കെ, ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം കറങ്ങുമ്പോൾ, ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരത്തിൽ 7 നിറങ്ങളുണ്ട്. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം കറങ്ങുമ്പോൾ അതിൽ വെള്ള നിറം കാണാൻ കാരണം കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയാണ്. ഗോളാകൃതിയുള്ള വെള്ളത്തുള്ളി അല്ലെങ്കിൽ മഴത്തുള്ളി താഴേക്ക് പതിക്കുമ്പോൾ അതൊരു നൂല് പോലെ കാണാൻ കാരണം കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയാണ്. ഓക്കെ, തീപ്പന്തം ചുഴറ്റുമ്പോൾ ഒരു തീഗോളമായി അല്ലെങ്കിൽ തീവലയമായി കാണാൻ കാരണം കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയാണ്. ഇതെല്ലാം പെർസിസ്റ്റൻസ് ഓഫ് വിഷന്റെ ഉദാഹരണങ്ങളാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? വെള്ളച്ചാട്ടം, നിശ്ചലം, ഫിലിം കറക്കിയുള്ള സിനിമ, ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം, ഓക്കെ, മഴത്തുള്ളി നൂല് പോലെ കാണാം. ഇതെല്ലാം ഏതാണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയാണ്. കണ്ണിന്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ് ആണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ശ്രവണ സ്ഥിരതയുണ്ടോ? നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദ പ്രതിധ്വനി എത്ര സമയത്തേക്ക് നമ്മുടെ ചെവിയിൽ നിലനിൽക്കും? നമ്മുടെ ശ്രവണ സ്ഥിരത, നമ്മൾ കേൾക്കുന്ന ഒരു പ്രതിധ്വനി നമ്മുടെ ചെവിയിൽ 1/10 സെക്കൻഡ് 10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നതിനെ പറയുന്ന പേര് 10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നതിനെ പറയുന്ന പേര് ശ്രവണ സ്ഥിരത എന്നാണ്. അല്ലേ? 10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നതിനെ പറയുന്ന പേര് ശ്രവണ സ്ഥിരത. ഓക്കെ അല്ലേ? ശരി, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായ പിള്ളേരെ? സമജ്ഞനക്ഷമത, പാർശ്വിക വിപര്യം, ദിനേത്ര ദർശനം, വീക്ഷണ സ്ഥിരത, ഇതെല്ലാം മനസ്സിലായല്ലോ? ഓക്കെ. അകലെ ഉള്ളതിനെ കാണാം, അടുത്തുള്ളതിനെ കാണാൻ പറ്റൂല. എന്താണ് അവസ്ഥ? അകലെ ഉള്ളതിനെ കാണാം. ബൈനോക്കുലർ വിഷൻ, അത് തന്നെ ദിനേത്ര ദർശനം. ഓക്കെ, അകലെ ഉള്ളതിനെ കാണാം, അടുത്തുള്ളതിനെ കാണാൻ പറ്റൂല. അകലെ ഉള്ളതിനെ കാണാം, അടുത്തുള്ളതിനെ കാണാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ ദീർഘദൃഷ്ടി എന്ന് പറയും. സയന്റിഫിക്കലി നമ്മൾ അതിനെ സയന്റിഫിക്കലി ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. ദീർഘദൃഷ്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്
കോൺവെക്സ് ലെൻസ് ആണ്. പരിഹാരത്തിന് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ദൂരെ ഉള്ളതിനെ കാണാം, അടുത്തുള്ളതിനെ കാണാൻ പറ്റത്തില്ല. അതിനെ പറയുന്നത് ദീർഘദൃഷ്ടി എന്നാണ്. ഹൈപ്പർ മെട്രോപ്രിയ, മെട്രോപ്രിയ അല്ലല്ലോ, മെട്രോപി പ്രിയ, വീണ്ടും പ്രിയ വരുന്നു. ഏതാ പ്രിയ? പ്രിയ അല്ല, മെട്രോപ്പിയ എന്നറിയപ്പെടുന്നു. ഓക്കെ, അതിന് ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഇനി അകലെ ഉള്ളത് നഹി, അകലെ ഉള്ളത് ഇല്ല. ഓക്കെ, അടുത്തുള്ളത് കാണാം, അടുത്തുള്ളത് കാണാം. അകലെയുള്ളത് ഇല്ല, അടുത്തുള്ളത് കാണാം. ഏതാ? അകലെയുള്ളത് ഇല്ല, അടുത്തുള്ളത് കാണാം. അതിനെ നമ്മൾ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയും. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയും. സാർ അടുത്തെല്ലാം ലൈറ്റിൽ അണച്ചിട്ട് പോകാൻ പറഞ്ഞേ, ലൈറ്റ് ഫാനില്ല. ഓക്കെ, അകലെ ഉള്ളത് കാണാൻ പറ്റൂല, അടുത്തുള്ളത് കാണാം. അതിനെ മയോപ്പിയ എന്ന് പറയും. മയോപ്പിയയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ആണ് പരിഹാരമായി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹൈപ്പർ മെട്രോപ്പിയ ആണ് ദീർഘദൃഷ്ടി. ഓക്കെ, മയോപ്പിയ ആണ് ഹ്രസ്വദൃഷ്ടി. ഹൈപ്പർ മെട്രോ അക്സസാ ഇന്ന് രാത്രി അല്ല നാളെ രാവിലെ റെഡി ആക്കി തരാം. ഓക്കെ, വളരെ ഹൈപ്പർ മെട്രോപ്പിയ ദീർഘദൃഷ്ടി കോൺവെക്സ്, അടുത്ത് മയോപ്പിയ ഹ്രസ്വദൃഷ്ടി കോൺകേവ്. ഓക്കെ, ഓർത്തിരിക്കുക. ശരി പിള്ളേരെ, അപ്പൊ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി. അടുത്ത പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാ പിള്ളേരെ? പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ SI യൂണിറ്റ് പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ ആണല്ലേ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്ന് വെച്ചാൽ ജൂളാണ്. ഓക്കെ, മീറ്റർ എന്ന് പറഞ്ഞാൽ ദൂരം, മീറ്റർ എന്ന് പറഞ്ഞാൽ ദൂരമാണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ബലമാണ്. പാസ്കൽ എന്ന് പറഞ്ഞാൽ മർദ്ദമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ജൂളാണ്. മീറ്റർ ദൂരം, കേട്ടാ, ന്യൂട്ടൺ ബലം, പാസ്കല് മർദ്ദം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം ഡാഷ് ആണ്. വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം ഏതാ? വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം ശ്രദ്ധിച്ചോണം. വൈദ്യുത മോട്ടോർ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. അല്ലേ? വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. എന്നാൽ ജനറേറ്റർ ചോദിച്ചാലോ കുട്ടികളെ? ജനറേറ്റർ ചോദിച്ചാലോ? ജനറേറ്റർ ചോദിച്ചാലോ? ഓക്കെ, ജനറേറ്റർ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡൈനാമോ ചോദിക്കുകയാണെങ്കിൽ യാന്ത്രികോർജം വൈദ്യുതോർജം. അവിടെ എന്ത് എഴുതണം? ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ ചോദിക്കുകയാണെങ്കിൽ യാന്ത്രികോർജം വൈദ്യുതോർജം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അത് ഓർത്തിരിക്കുക കേട്ടോ, മാറിപ്പോവല്ലേ. വൈദ്യുത മോട്ടോർ ആണെങ്കിൽ വൈദ്യുതോർജം യാന്ത്രികോർജം, ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ ചോദിക്കുകയാണെങ്കിൽ യാന്ത്രികോർജം വൈദ്യുതോർജം. ഓക്കെ, ക്ലിയർ ആണ്. നമ്മളിപ്പോ ചെയ്തല്ല. ചെയ്. വായിച്ചൊക്കെ ചെയ്യേ.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ, ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി ആറ്റത്തിന്റെ ന്യൂക്ലിയസ് മാത്രമല്ല പ്രോട്ടോണും കണ്ടെത്തി. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ഓക്കെ, ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവ്. ആർക്ക് പറയാം? വാട്ട് ഈസ് അണുകേന്ദ്ര ഭൗതികം? അണുകേന്ദ്ര ഭൗതികം ആര് പറയും? എന്താണ് അണുകേന്ദ്ര ഭൗതികം? അണുകേന്ദ്ര ഭൗതികം എന്താ കുട്ടികളെ? എന്താണ് അണുകേന്ദ്ര ഭൗതികം? അണുകേന്ദ്ര ഭൗതികം എന്താണ്? എന്താണ് അണുകേന്ദ്ര ഭൗതികം? യെസ്, കറക്റ്റ് ആണ്. ന്യൂക്ലിയർ ഫിസിക്സ്, ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്. ആരാണ് കുട്ടികളെ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക, പ്രോട്ടോൺ കണ്ടെത്തിയത്, ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയത്, ഇതെല്ലാം ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ്. എടാ, ഏണസ്റ്റ് റൂദർഫോർഡ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവാണെങ്കിൽ ഫാദർ ഓഫ് ഫിസിക്സ് ആരാണ്? ഫാദർ ഓഫ് ഫിസിക്സ് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ആണെങ്കിൽ ഫാദർ ഓഫ് ഫിസിക്സ് ആരാണ്? പറ, ഫാദർ ഓഫ് ഫിസിക്സ് ആരാണ്? ഐസക് ന്യൂട്ടൺ. ഫാദർ ഓഫ് ഫിസിക്സ് ആരാ കുട്ടികളെ? ഐസക് ന്യൂട്ടൺ. ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് ആരാണ്? ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് ആരാണ്? ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആൻഡ് ഗലീലിയോ ഗലീലി. ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആൻഡ് ഗലീലിയോ ഗലീലി. ഫാദർ ഓഫ് ഫിസിക്സ് ന്യൂട്ടൺ. ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ ആൻഡ് ഗലീലിയോ ഗലീലി. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഫാദർ ഓഫ് കെമിസ്ട്രി റോബർട്ട് ബോയൽ. ഫാദർ ഓഫ് കെമിസ്ട്രി റോബർട്ട് ബോയൽ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി അൻഡോയിൻ ലാവോസിയ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി അൻഡോയിൻ ലാവോസിയ. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി PC റേ. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി PC റേ. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിക്കൽ ഇൻഡസ്ട്രി PC റേ. ഓക്കെ, ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി, ഫാദർ ഓഫ് ഓർണിത്തോളജി, ഫാദർ ഓഫ് പൊളിറ്റിക്സ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി, ഫാദർ ഓഫ് ഓർണിത്തോളജി, ഫാദർ ഓഫ് പൊളിറ്റിക്സ് അരിസ്റ്റോട്ടിൽ. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ്. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ്. ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറോഡോട്ടസ്. ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറോഡോട്ടസ്. ഫാദർ ഓഫ് റിനൈൻസൻസ് പെട്രാർക്ക്. ഫാദർ ഓഫ് റിനൈൻസൻസ് നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്ക്. ഫാദർ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആഡം സ്മിത്ത്. ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആൽഫർഡ് മാർഷൽ. ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആൽഫർഡ് മാർഷൽ. ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് JM കെയ്ൻസ്. ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് JM കെയ്ൻസ്. ഓക്കെ, മതിയാ? ഓക്കെ, ഏതെങ്കിലും ഒന്നിനെ പറയണോ? ഞാൻ നിർത്തിയതാ, വേണമെങ്കിൽ ഇനിയും പറയാം. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ഫാരഡേ. കേട്ടാ, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ഫാരഡേ. ഫാദർ ഓഫ് മാത്തമാറ്റിക്സ് ആർക്കിമെഡീസ്. പൈതഗോറസിനെയും പറയും. ആർക്കിമെഡീസ്, പൈതഗോറസ്, ഇതൊക്കെയാണ് ഫാദർ ഓഫ് മാത്തമാറ്റിക്സ്. ഫാദർ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ് റെനെ ദെക്കാർത്തെ. ഫാദർ ഓഫ് ഗ്രാഫ് റെനെ ദെക്കാർത്തെ. ഫാദർ ഓഫ് ജോമെട്രി യൂക്ലിഡ്. ഫാദർ ഓഫ് ജോമെട്രി യൂക്ലിഡ്. ഓക്കെ, ഞാൻ ഒരു തവണയും കൂടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ പറഞ്ഞു തരും. ഇയാൾക്ക് പോയിട്ടുള്ള അത്യാവശ്യം ഉണ്ടോയെന്നല്ല, ഇതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഒരു തവണ കൂടി ഒന്നും കൂടെ പറയും, ശ്രദ്ധിച്ച് പിടിച്ചോണം. ഫിസിക്സ് ചോദിക്കുകയാണെങ്കിൽ ഐസക് ന്യൂട്ടൺ. മോഡേൺ ഫിസിക്സ് ചോദിക്കുകയാണെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീനും ഗലീലിയോ ഗലീലിയും. ഓക്കെ, കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയൽ. മോഡേൺ കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ അൻഡോയിൻ
അൻഡോയിൻ ലാവോസിയ. മോഡേൺ കെമിസ്ട്രി അൻഡോയിൻ ലാവോസിയ. ഇന്ത്യൻ കെമിസ്ട്രി ആണ് ചോദിക്കുന്നതെങ്കിൽ PC റേ. ഇന്ത്യൻ കെമിസ്ട്രി ആണെങ്കിൽ PC റേ. ഇന്ത്യൻ കെമിക്കൽ ഇൻഡസ്ട്രി ചോദിച്ചാലും PC റേ. ഇന്ത്യൻ കെമിക്കൽ ഇൻഡസ്ട്രി ചോദിച്ചാലും PC റേ. ഓക്കെ അല്ലേ? ബയോളജി, സുവോളജി, ഓർണിത്തോളജി, പൊളിറ്റിക്സ് എല്ലാത്തിൻ്റെയും പിതാവ് അരിസ്റ്റോട്ടിൽ. ഓക്കെ. ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാസ്റ്റസ്. ബോട്ടണി തിയോഫ്രാസ്റ്റസ്. ഓക്കെ. ബയോളജി, സുവോളജി, ഓർണിത്തോളജി, പൊളിറ്റിക്സ് അരിസ്റ്റോട്ടിൽ. പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രശാസ്ത്രം, ഓർണിത്തോളജി അല്ലെങ്കിൽ പക്ഷിശാസ്ത്രം. ഓക്കെ. ബോട്ടണി തിയോഫ്രാസ്റ്റസ്. ഓക്കെ. ഹിസ്റ്ററി ചരിത്രം. ഹിസ്റ്ററിയുടെ പിതാവ് ഹെറോഡോട്ടസ്. റിനൈസൻസ് നവോത്ഥാനം. റിനൈസൻസിന്റെ പിതാവ് പെട്രാർക്ക്. ഓക്കെ. അതുപോലെ എക്കണോമിക്സും മോഡേൺ എക്കണോമിക്സും ആഡം സ്മിത്ത്. ഓക്കെ. മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ആൽഫ്രഡ് മാർഷൽ. മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം JM കെയ്ൻസ്. ഓക്കെ. ഇന്ത്യൻ എക്കണോമിക്സ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ പൊളിറ്റിക്സും ദാദാഭായ് നവറോജി. ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ് ഇതൊക്കെ ദാദാഭായ് നവറോജി. ഇന്ത്യയിലേക്ക് വരുന്നില്ല. ഓക്കെ. അതുപോലെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി മൈക്കിൾ ഫാരഡേ. ഫാദർ ഓഫ് മാത്തമാറ്റിക്സ് പൈതഗോറസിനെയും പറയും ആർക്കിമെഡീസിനെയും പറയും. ഫാദർ ഓഫ് മാത്തമാറ്റിക്സ് പൈതഗോറസുമാണ്, ആർക്കിമെഡീസുമാണ്. ഫാദർ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ് റെനെ ദെക്കാർത്തെ. ഫാദർ ഓഫ് ഗ്രാഫ് റെനെ ദെക്കാർത്തെ. ഫാദർ ഓഫ് ജോമെട്രി ജാമിതിയുടെ പിതാവ് യൂക്ലിഡ്. അല്ലെങ്കിൽ ജാമിതിയുടെ പിതാവ് യൂക്ലിഡ്. ഓക്കെ. അതുപോലെ ഈ പറയുന്ന ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ആരാ കുട്ടികളെ? അണു കേന്ദ്ര ഭൗതികം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഓക്കെ അല്ലേ? ശരി. இந்த പേരെല്ലാം ஞாபகത്തിൽ വെച്ചിരിക്കോ. ഇതെല്ലാം എന്താണ് യൂസ് ആവും. മനീഷ കണ്ട ജനനായകൻ കാണാൻ പോയാ? ജനനായകൻ കണ്ടായിരുന്നോ? മനീഷ വിവരമൊന്നുമില്ല. ഓക്കെ. അടുത്ത ശരി നോക്കിക്കോ. എടാ ഈ ജെയിംസ് ചാഡ്വിക്ക് അറിയാമല്ലോ നിങ്ങൾക്ക്. ജെയിംസ് ചാഡ്വിക്ക് പെൻ RTC വെച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. പെൻ RTC വെച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ ആണല്ലേ. അതുപോലെ JJ തോംസൺ എന്താണ്? JJ തോംസൺ ഇലക്ട്രോൺ ആണ്. അതുപോലെ ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡലും JJ തോംസൺ ആണ്. ഓക്കെ അല്ലേ? ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോണ്, JJ തോംസൺ ഇലക്ട്രോൺ. പെൻ RTC വെച്ച് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. മനീഷ ഉണ്ട്. ഓക്കെ, മനീഷ ഉണ്ട്. ഞാനും കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. എന്ന് വെച്ചാൽ ആ മനുഷ്യനെ അങ്ങനെ ഇനി കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. എനിക്ക് മറ്റത് ഭയങ്കര ഒരു ഗൂസ് ബമ്പ് സീനായിരുന്നു. മറ്റേ ഇത് കാണിക്കുമല്ലോ, ടൈറ്റിൽ കാർഡ്, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് C. ജോസഫ് വിജയ് എന്ന് പറഞ്ഞിട്ട് ആ ടൈറ്റിൽ കാർഡ് ആകുമ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വിജയ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര വിജയ് ഫാനാണ്.
വിജയ് ഫാനാണ്. വിജയ് ഈസ് ആൻ ഇൻസ്പിറേഷൻ ഫോർ മീ. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇവിടെ ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് ഇനി വേറെ ഏതെങ്കിലും നടന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് ഒരു ടൈറ്റിൽ കാർഡ്. അതിൻ്റെ കൂടെ അണ്ണൻ്റെ മറ്റേ ഈ ഒരു പരിപാടി, മറ്റേ ഇത് നിയമസഭയെ കാണിച്ച. ശരി, നോക്കിക്കോ. പിന്നെ അനിരുദ്ധിന്റെ BGM ഒക്കെ പൊളി കേട്ടോ. വിജയ് കൊള്ളാം, ഹെലികോപ്റ്റർ കൊള്ളൂല. അണ്ണനെ അടുത്ത പ്രധാനമന്ത്രിയാക്കണം കേട്ടോ. ഈ മോദിയൊക്കെ അടിച്ചിറക്കിയിട്ട് പ്രധാനമന്ത്രിയാക്കണം. ഓക്കെ, അതാണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ, അണ്ണ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യടേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? സിമ്പിള് സാധനം. 17ാം ഗ്രൂപ്പ് മൂലകമാണ് ഹാലജനുകൾ. നമുക്കറിയാം 17ാം ഗ്രൂപ്പ് ഹാലജൻ ആണ്. 14ാം ഗ്രൂപ്പ് സംക്രമണ മൂലകങ്ങളല്ല എന്നും സംക്രമണ മൂലകങ്ങൾ വരുന്നത് 3 മുതൽ 12 വരെയാണെന്നും നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ? 14ാം ഗ്രൂപ്പ് സംക്രമണ മൂലകങ്ങളല്ല എന്നും 3 മുതൽ 12 വരെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് നമുക്കറിയാം. 14ാം ഗ്രൂപ്പ് ഏതാ പിള്ളേരെ? 14ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കാർബൺ കുടുംബമാണ്. കാർബൺ കുടുംബമാണ് 14ാം ഗ്രൂപ്പ്. കാർബൺ കുടുംബമാണ്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. അത് ശരിയാണ്. പീരിയോഡിക് നിയമം അല്ലെങ്കിൽ പീരിയോഡിക് ലോ ചോദിച്ചാൽ അത് ദിമിത്രി മെൻഡലീവ്. എന്നാൽ ആധുനിക പീരിയോഡിക് നിയമം ചോദിക്കുകയാണെങ്കിൽ, മോഡേൺ പീരിയോഡിക് ലോ ചോദിക്കുകയാണെങ്കിൽ ഹെൻറി മോസ്ലി. ഓക്കെ, അപ്പൊ അത് ശരി. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഡൊബറൈനർ ആണ്. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഡൊബറൈനർ ആണ്. ഓക്കെ, അഷ്ടകമാണെങ്കിൽ ന്യൂലാൻഡ്സ് ആണ്. അഷ്ടക നിയമമാണെങ്കിൽ ന്യൂലാൻഡ്സ് ആണ്. ഓക്കെ, ഗ്രൂപ്പിന്റെ പേരൊക്കെ നിങ്ങൾക്ക് ചോദിക്കും. ഗ്രൂപ്പിന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ കണക്ട് ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് കത്തിക്കയറി പോകാം പിള്ളേരെ. ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാ? ആൽക്കലി ലോഹങ്ങൾ. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ. ഒരാളെ കൂടെ മറ്റൊരാൾ നടക്കുന്നതിനെയാണ് എർത്തെന്ന് പറയുന്നത്. അപ്പം 2 പേരാകുമ്പോൾ ആൽക്കലി എർത്ത് ലോഹങ്ങൾ. ഒന്നാമത്തെ ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തത് ആൽക്കലീൻ എർത്ത് ലോഹങ്ങൾ. ഒരാളെ കൂടെ മറ്റൊരാൾ വരുമ്പോൾ 2 പേരാകുമ്പോൾ നമ്മൾ പറയും അവന്റെ എർത്തായി. അപ്പൊ രണ്ടാമത്തത് എർത്ത് ലോഹങ്ങൾ. ഓക്കെ, അതുപോലെ 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ്. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ്. 13 ഒരു ബോറ് നമ്പറാണ്, അലുമ്പ് നമ്പറാണ്. 13 ഒരു ബോറ് നമ്പറാണ്, ഒരു അലുമ്പ് നമ്പറാണ്. ബോറോൺ കുടുംബം അല്ലെങ്കിൽ അലുമിനിയം കുടുംബം. 13 ഒരു ബോറ് നമ്പറാണ്, ഒരു അലുമ്പ് നമ്പറാണ്. അപ്പൊ 13 ബോറോൺ കുടുംബം അല്ലെങ്കിൽ അലുമിനിയം കുടുംബം. 14 ഒരു കാറിന് 4 വീല്. അപ്പൊ ഒരു കാറ് കാർബൺ. ഒരു കാറിന് 4 വീല്. 14 കാർബൺ കുടുംബം. ഓക്കെ, 15 പഞ്ച് കിട്ടുമ്പോൾ നൈ എന്ന് കരയും. ഓക്കെ, 15 നൈട്രജൻ കുടുംബം. പഞ്ച് കിട്ടുമ്പോൾ നൈ എന്ന് കരയും. ഓക്കെ, അപ്പൊ 15 പഞ്ച് നൈട്രജൻ കുടുംബം. 16 എടാ 6 നിറയെ വെള്ളം നിറയെ ഓക്സിജൻ. അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. 16 ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ ചാൽക്കോജനുകൾ. 17 ഹാലജനുകൾ അല്ലെങ്കിൽ ക്ലോറിൻ കുടുംബം. 18 എന്താണ് കുട്ടികളെ? 18 ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ. അതുമല്ലെങ്കിൽ എന്താ കുട്ടികളെ? ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ. അതുമല്ലെങ്കിൽ വാട്ട്? നോബിൾ ഗ്യാസസ്. ഓക്കെ അല്ലേ? നോബിൾ ഗ്യാസസ്. അപ്പൊ 1 മുതൽ 18 വരെ ഇതുപോലെ പറയാൻ പറ്റണം. ഓക്കെ,
1 മുതൽ 18 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം കുട്ടികളെ? പറയാൻ പറ്റണം, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. ഫ്ലൂറിൻ ഫാമിലി എന്നാണ്. ഫ്ലൂറിൻ ഫാമിലി ഞാൻ പറഞ്ഞ മാറിപ്പോയി കേട്ടോ. 17ാം ഗ്രൂപ്പ്. ഫ്ലൂറിൻ. ഞാൻ ക്ലോറിൻ എന്നാണ് പറഞ്ഞ മാറിപ്പോയി. ഓക്കെ, ഫ്ലൂറിൻ. ഓക്കെ, ഫ്ലൂറിൻ ഫാമിലി, ക്ലോറിൻ ഫാമിലി ഏത് തന്നെ? ഫ്ലൂറിൻ ഫാമിലിയും ക്ലോറിൻ ഫാമിലിയും 17 തന്നെ. രണ്ടും 17 തന്നെ. സോറി, ഫ്ലൂറിനും ക്ലോറിനും 17 തന്നെ കേട്ടോ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ തന്നെ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഓക്കെ, അസ്റ്റാറ്റിൻ, അതുപോലെ ടെന്നിസൺ, ഇതൊക്കെ 17 ഉണ്ട്. ഫ്ലൂറിനും ക്ലോറിനും 17 തന്നെ കേട്ടോ. ഫ്ലൂറിനും ക്ലോറിനും 17 തന്നെ. ഓക്കെ, എന്നെയും കൂടെ അടാത് അനുവാണ്. അനുസീർ, നിനക്ക് എന്താ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസൺ. ഓക്കെ, ഇതാണ് 17ാം കുടുംബം. ഓക്കെ.